നമസ്കാരം. പത്തനാപുരം എം എൽ എ KB ഗണേഷ് കുമാറിന്റെ അവസ്ഥ അതിദയനീയമാണ്. പത്തനാപുരത്തെ രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് കയ്യടി നേടി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഏതു മുന്നണിയുടെ ഭാഗമായി മത്സരിച്ചാലും ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ഗണേഷ് കുമാർ അതിദയനീയമായ വീഴ്ചയിൽ പിടയുന്ന കാഴ്ചയാണ് എല്ലാവരും കാണുന്നത്. അതും തൻ്റെ പൂർവ്വകാല പ്രവർത്തിയുടെ ഫലമായി. പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുത്തും ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമായുമൊക്കെ ഗണേഷ് കുമാർ നേടിയെടുത്ത സൽപ്പേര് മുഴുവൻ ഒരു സുപ്രഭാതത്തിൽ ഇടിഞ്ഞു പോയിരിക്കുന്നു. ഇനി ഗണേഷ് കുമാറിന്റെ വിധി ശ്രീരാം വെങ്കിട്ടരാമന്റെ വിധിയാണ്. കേരളം കണ്ട ഏറ്റവും ആത്മാഭിമാനമുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായിരുന്നു ശ്രീരാം വെങ്കിട്ടരാമന്റെ തുടക്കം. പിതാവ് വെങ്കിട്ടരാമൻ ഒരു സാത്വികനായ പണ്ഡിതനാണ്. കരിയർ ഗൈഡൻസ് അടക്കമുള്ള കാര്യങ്ങളിൽ കേരളത്തിന് മുഴുവൻ വഴികാട്ടിയ ഒരു മഹാനായ മനുഷ്യൻ. ആ പിതാവിൽ നിന്നും നല്ലത് മാത്രം കണ്ടു പഠിച്ച് നീതിക്ക് വേണ്ടി നിലപാടിൽ ഉറച്ചായിരുന്നു ശ്രീരാമിന്റെ തുടക്കം. ദേവികുളം സബ് കളക്ടറായിരുന്നപ്പോൾ രാഷ്ട്രീയ യജമാനന്മാരെ ഭയക്കാതെ ഭൂമാഫിയകളെ വിറപ്പിച്ചാണ് ശ്രീരാം വെങ്കിട്ടരാമൻ തുടക്കം കുറിച്ചത്. പക്ഷെ ഒരു പാവപ്പെട്ട മാധ്യമ പ്രവർത്തകന്റെ മരണത്തിന് ഇരയായതോടെ ശ്രീരാം വെങ്കിട്ടരാമൻ തന്റെ ശൗര്യമെല്ലാം വലിച്ചെറിഞ്ഞ് പിണറായി വിജയൻ എന്ന ഈ നാടിനെ ദുരന്തമാക്കിയ ഭരണാധികാരിയുടെ അടിമയായി മാറി. ഇത്തരം ഭരണാധികാരികൾക്ക് അവരെന്തു പറഞ്ഞാലും കേൾക്കുന്ന ചില മിടുക്കരായ ഉദ്യോഗസ്ഥരെ വേണം. പലപ്പോഴും ആരെന്തു പറഞ്ഞാലും കേൾക്കുന്നത് നട്ടലില്ലാത്ത ആത്മാഭിമാനമില്ലാത്ത ഉദ്യോഗസ്ഥരാണ്. അത്തരം ഉദ്യോഗസ്ഥരെക്കാൾ ഇവരാഗ്രഹിക്കുന്നത് മിടുക്കരായ കൂർമ്മബുദ്ധികളായ ഉദ്യോഗസ്ഥരെയാണ്. അങ്ങനെയുള്ളവരെ കിട്ടണമെങ്കിൽ അവർ അത്തരമൊരു ആപത്തിൽ ചെന്ന് ചാടണം. അതിന്റെ ആദ്യത്തെ ഉദാഹരണമായിരുന്നു ശിവശങ്കർ. ശിവശങ്കർ കൂർമ്മബുദ്ധിയുള്ള മിടുക്കനായ ഉദ്യോഗസ്ഥനായിരുന്നു. ശിവശങ്കറിന്റെ ബലഹീനത അറിഞ്ഞുള്ള ഇടപെടൽ നടത്തിയതോടെ പിണറായിയുടെ അടിമയായി മാറി. അതിന്റെ തുടർച്ചയാണ് ശ്രീരാം വെങ്കിട്ടരാമനും. പിണറായി പറയുന്നതിനെല്ലാം യേസു മൂളി സുരക്ഷിതമായി മുമ്പോട്ട് പോവുകയാണ്. ഇനി പഴയതുപോലെ നട്ടലുയർത്തി ഒന്നും ചെയ്യാൻ ശ്രീരാമിന് കഴിയില്ല. ഗണേഷ് കുമാറിന്റെ അവസ്ഥയും ഇതുതന്നെയാവും. നട്ടല്ലോടെ പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ മരുമകനെയും വരെ വിമർശിച്ചത് തനിക്ക് ഇരു മുന്നണിയിലുമുള്ള സ്വീകാര്യത കണക്കിലെടുത്തായിരുന്നു. ഏതു മുന്നണിയിൽ പോയാലും താൻ ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിന് പുറത്തായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം ഇടിഞ്ഞു വീണതോടെ ഇനി പിണറായി പറയുന്നത് കേട്ട് പിണറായിയെ ഒരു തരത്തിലും വേദനിപ്പിക്കാതെ ആശ്രിത വത്സരനായി കഴിയേണ്ടി വരും. അങ്ങനെയെങ്കിൽ നവംബറിൽ 2.5 കൊല്ലത്തേക്ക് മന്ത്രിയാവാം. അതുപോലും ഉറപ്പൊന്നുമില്ല. എന്നാൽ അങ്ങനെയാണോ ജോസ് കെ മാണിയുടെ കാര്യം? ഇതുപോലൊരു മുന്നണിയോട് ചേർന്ന് നിൽക്കാൻ ജോസ് കെ മാണിക്ക് എങ്ങനെ കഴിയും? തന്റെ പിതാവ് KM മാണി 3/4 നൂറ്റാണ്ട് നിന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാക്കിയെടുത്തതൊക്കെ 2016 അധികാരത്തിലെത്തുക എന്ന ഗൂഢലക്ഷ്യത്തോടുകൂടി പിണറായി വിജയനും കൂട്ടരും തകർത്തിരുന്നു. കോഴമാണി എന്ന പേരിട്ട് പിണറായിസ്റ്റുകൾ എന്റെ വീതം 5 രൂപ എന്ന ക്യാമ്പയിൻ പോലും ആരംഭിച്ചു. സംവിധായകൻ ആഷിഖ് അബുവിന്റെ നേതൃത്വത്തിൽ അന്തം കമ്മികൾ ആരംഭിച്ച ക്യാമ്പയിനിൽ CPM നേതാക്കളുടെ പിന്തുണയും ഉണ്ടായിരുന്നു. അങ്ങനെ അഴിമതിയുടെ മൂർത്ത രൂപമായി KM മാണിയെ ചിത്രീകരിച്ചതും അതിന്റെ പേരിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ ഇടിച്ചു തകർത്തതും സഖാക്കളാണ്. അതിന്റെ പിന്നാലെയാണ് മകൻ ജോസ് കെ മാണിയെ കോഴിമാണിയാക്കി മാറ്റിയത്. അപ്പനെ കോഴമാണിയും മകനെ കോഴിമാണിയുമാക്കി മാറ്റിയത് സഖാക്കൾ തന്നെയായിരുന്നു. സോളാർ വിവാദത്തിലെ ഏറ്റവും നാണം കെട്ട 2 ആരോപണങ്ങൾ ഉമ്മൻചാണ്ടിക്കും ജോസ് കെ മാണിക്കും എതിരെ ഉണ്ടായതാണ്. മന്ത്രിമാരടക്കം മറ്റ് പലരെക്കുറിച്ചും അന്നുയർന്ന പല ആരോപണങ്ങളും ശരിയാണ് എന്ന് അവരോട് അടുപ്പമുള്ളവർ തന്നെ അന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ജോസ് കെ മാണിയും ഉമ്മൻചാണ്ടിയും വലിച്ചിഴക്കപ്പെട്ടത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. ഈ 2 ആരോപണങ്ങളും കേൾക്കുമ്പോൾ തന്നെ അറിയാമായിരുന്നു സത്യവുമായി പുലബന്ധം പോലുമില്ലെന്ന്. മന്ത്രിമാരവരെ വസതിയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു, അല്ലെങ്കിൽ പല ഹോട്ടലുകളിലും സർക്കാർ ഗസ്റ്റ് ഹൗസുകളിലും കൊണ്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, തെളിവുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടി ഭാര്യയും മക്കളും നോക്കി നിൽക്കവേ മുറി അടച്ചുവിട്ട് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി അറിയാവുന്ന ആരും, ശത്രുക്കൾ പോലും അത് അംഗീകരിക്കുമായിരുന്നില്ല. ജോസ് കെ മാണിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ജോസ് കെ മാണി പീഡിപ്പിക്കാതിരിക്കാൻ മാത്രം മഹാനാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ജോസ് കെ മാണിക്കെതിരെയുള്ള ആരോപണം അത്തരത്തിൽ ലജ്ജാകരമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഡൽഹിയിലെ ഒരു പബ്ലിക് ടോയ്ലറ്റിലേക്ക് വിളിച്ചുകൊണ്ടുപോയി അവിടെ വെച്ച് തുണി പൊക്കി കാണിച്ചു എന്നായിരുന്നു ജോസ് കെ മാണിയെ കുറിച്ചുള്ള ആരോപണം. ഇതേ സഖാക്കൾ തന്നെയാണ് പറഞ്ഞത് ജോസ് കെ മാണിയുടെ അപ്പൻ കോഴപ്പണം എണ്ണുന്നതിന് വേണ്ടി നോട്ടെണ്ണൽ യന്ത്രം വരെ വീട്ടിൽ മേടിച്ചു വെച്ചിരിക്കുന്നുവെന്ന്. അങ്ങനെ ശതകോടികൾ ഉണ്ടാക്കിയെന്ന് സഖാക്കൾ ആരോപിക്കുന്ന ജോസ് കെ മാണിക്ക് പബ്ലിക് ടോയ്ലറ്റിൽ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരു സ്ത്രീയെ വിളിച്ചു കൊണ്ടുപോയി തുണി പൊക്കി കാണിക്കുന്നതാണോ, അതോ ഡൽഹിയിലെ ഏറ്റവും മുന്തിയ 5 നക്ഷത്ര ഹോട്ടലെടുത്ത് സംതൃപ്തി നേടുന്നതാണോ ഉചിതം എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആരോപണത്തിന്റെ രീതി കൊണ്ട് തന്നെ ഇത് പച്ചക്കള്ളമാണ് എന്ന് വ്യക്തമായിരുന്നു. ഉമ്മൻചാണ്ടിക്കും അദ്ദേഹത്തിന്റെ മന്ത്രിമാർക്കും ആ സർക്കാരിനെതിരെയുള്ള സോളാർ ആരോപണങ്ങൾ ഗൗരവമായി തന്നെ കൈകാര്യം ചെയ്ത
ആരോപണങ്ങൾ ഉയർത്തിക്കാട്ടിയ മാധ്യമം തന്നെയായിരുന്നു മറുനാടൻ. എന്നാൽ ഉമ്മൻചാണ്ടിക്കെതിരെയും ജോസ് കെ മാണിക്കെതിരെയും ഉയർന്ന ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്നും അതിന്റെ പിന്നാലെ പോകുന്നത് അങ്ങേയറ്റത്തെ ഹീനകൃത്യമാണെന്നും അന്ന് ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്നു. ഉമ്മൻചാണ്ടിയുടെ CD തപ്പി കേരളത്തിലെ ചാനലുകൾ പിന്നാലെ പാഞ്ഞപ്പോൾ അതിനെ അതിശക്തമായ ഭാഷയിൽ അപലപിക്കുകയും ഇതൊരു ക്രിമിനൽ ബുദ്ധിയിൽ തോന്നിയ വിഡ്ഢിത്തമാണെന്നും മാധ്യമ പ്രവർത്തകർ വിഡ്ഢികളാവരുതെന്നും പറയുകയും ചെയ്ത മാധ്യമമാണ് മറുനാടൻ. അന്നും ഇന്നും ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് ഒന്നു തന്നെയായിരുന്നു. അതാണിപ്പോൾ CBI റിപ്പോർട്ടിലൂടെ ശരിവെക്കുന്നത്. ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കിയ റിപ്പോർട്ടിന് പിന്നാലെ ഈ വിവാദം ചൂടുപിടിച്ചപ്പോൾ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായവരൊക്കെ അവരുടെ അനുഭവം തുറന്നു പറയുന്നു. പരാതിക്കാരുടെ അക്കാലത്തെ അഭിഭാഷകനായിരുന്ന ഫെനി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടേത് മാത്രമല്ല ജോസ് കെ മാണിയുടെ പേരും എഴുതി ചേർക്കാൻ നിർബന്ധിച്ചതാണെന്നാണ്. ആ സമയത്ത് ജോസ് കെ മാണിയുമായി ഞാൻ സംസാരിച്ചത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഫെനി ബാലകൃഷ്ണൻ വിളിച്ച് ഇങ്ങനെയൊരു പേര് എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്, പണം നൽകണം എന്നാവശ്യപ്പെട്ടു എന്ന് ജോസ് കെ മാണി എന്നോട് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും പണം നൽകില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ എന്നായിരുന്നു ജോസ് കെ മാണിയുടെ തന്റേടത്തോടെയുള്ള അന്നത്തെ മറുപടി. എന്തെല്ലാം ഗൂഢാലോചനകൾ നടത്തിയാലും UDF അധികാരത്തിൽ വന്നാലോ എന്ന് പേടിച്ച് കേരള കോൺഗ്രസിനെ മുന്നണി വിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മകനെ പ്രതിക്കൂട്ടിലാക്കിയ പിണറായി ബുദ്ധി തന്നെയാവാം ജോസ് കെ മാണിയെ പ്രതി ചേർത്തതിന്റെ പിന്നിലും. അപ്പനെ കോഴമാണിയും മകനെ കോഴിമാണിയുമാക്കി മാറ്റിയ ആ സഖാക്കളുടെ തട്ടകത്തിലാണ് ആ ഗൂഢാലോചനയ്ക്ക് ചുക്കാൻ പിടിച്ച KB ഗണേഷ് കുമാറിനോടൊപ്പം ഇരുന്നാണ് ജോസ് കെ മാണി ഇന്ന് ഇടതുമുന്നണിയുടെ ഭാഗമായിരിക്കുന്നത് എന്നത് ലജ്ജാകരമല്ലേ? തന്നെയും തന്റെ പിതാവിനെയും ആർക്കും ക്ഷമിക്കാൻ കഴിയാത്ത വിധത്തിൽ വ്യക്തിഹത്യ ചെയ്ത് രാഷ്ട്രീയ ഭാവി പോലും ഇല്ലാതാക്കിയ ഒരു മുന്നണിക്കൊപ്പം എത്ര നാൾ ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസിനും തുടരാൻ കഴിയും? കേരള കോൺഗ്രസിലെ അണികൾ ചോദിക്കേണ്ട ചോദ്യമാണ്. കേരള കോൺഗ്രസിന്റെ ഒരു മന്ത്രി ഈ മന്ത്രിസഭയിലുണ്ട്. മാന്യരിൽ മാന്യനും സത്യസന്ധരിൽ സത്യസന്ധനുമാണ് റോഷി അഗസ്റ്റിൻ. പക്ഷെ അദ്ദേഹം മന്ത്രിയാണ് എന്ന് ആരെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കാണണം. അത്രമാത്രം നിശബ്ദനായി പ്രവർത്തിക്കാൻ വിധിക്കപ്പെട്ട ഒരു മന്ത്രിയായി മാറിയത് പിണറായി മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്. പിണറായിക്കും അദ്ദേഹത്തിന്റെ മരുമകനായ മന്ത്രിക്കുമല്ലാതെ ആർക്കും വാ തുറക്കാൻ പോലും അവകാശമില്ലാത്തിടത്ത് ഈ മന്ത്രിക്കുപ്പായം കൊണ്ട് എത്ര കാലം മുമ്പോട്ട് പോകണം? പിണറായിയും കൂട്ടരും ചെയ്ത വൃത്തികേടുകൾക്കെതിരെ മുന്നണിക്കുള്ളിലെങ്കിലും ശബ്ദമുയർത്താൻ കഴിയില്ലെങ്കിൽ എങ്ങനെയാണ് അണികളോട് സമാധാനം പറയാൻ ജോസ് കെ മാണിക്കും പാർട്ടി നേതൃത്വത്തിനും കഴിയുക? വരും ദിവസങ്ങളിൽ കേരളത്തെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ കോളിളക്കങ്ങളും മാറ്റങ്ങളും ഉണ്ടാവാൻ ഇത്തരം വിവാദങ്ങൾ കാരണമായാലും അത്ഭുതപ്പെടേണ്ടതില്ല.